അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് അവിടുന്ന് 15 ദിവസം മാറി നിൽക്കാനും 15 ദിവസം ജോലി ചെയ്ത് ജീവിക്കാനും പറഞ്ഞു. വിറക് ശേഖരിച്ച് വിറക് വിൽപ്പന നടത്താൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഫദഹബ റജുലു, ആ മനുഷ്യൻ പോയി. യഹ്തത്തിബു എന്നല്ലട്ടെ, യഹ്തത്തിബ് അവിടെ പുള്ളിയുടെ ആവശ്യമില്ല. യഹ്തത്തിബ് പറഞ്ഞാൽ പ്രസംഗിക്കാൻ നിൽക്കണം. അപ്പോൾ അതല്ല, യഹ്തത്തിബു മുമ്പ് ഫഹ്തത്തിബ് എന്ന് പറഞ്ഞില്ലേ, ഇദ്ഹബ് ഫഹ്തത്തിബ്, അതുപോലെ ഉണ്ട് ഇവിടെ. ഖാഇന് പുള്ളി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫദഹബ റജുലു, ഈ മനുഷ്യൻ പോയി. യഹ്തതിബു, വിറക് ശേഖരിക്കുന്നു അദ്ദേഹം. വയബിഉ, എന്നിട്ട് ആ വിറകിനെ അങ്ങാടിയിൽ വന്നിട്ട് വിൽപ്പന നടത്തുന്നു. ഫജാ, അങ്ങനെ അദ്ദേഹം ഒരിക്കൽ വന്നു. വഖദ് അസാബ അശറത ദറാഹിമ, അദ്ദേഹം നേടിയിരുന്നു അശറത ദറാഹിമ, 10 ദിർഹമുകൾ അദ്ദേഹം നേടിയിരുന്നു ഈ വിറക് വിൽപ്പനയിലൂടെ. അങ്ങനെ ഫസ്തറ ബിബഅലിഹാ, ആ ദിർഹമിൻ്റെ ചില ദിർഹമുകൾ കൊണ്ട് അദ്ദേഹം ഇസ്തറ വാങ്ങി, സൗബൻ വസ്ത്രം വാങ്ങി, വബഅലിഹ, ആ ചില ദിർഹമുകൾ കൊണ്ട് അദ്ദേഹം ഇസ്തറ വാങ്ങി, ത്വാമൻ ഭക്ഷണവും വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കൽ ഇങ്ങനെ വിറക് ശേഖരിച്ചു വിറക് വിൽപ്പന നടത്തി. 10 ദിർഹമുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും വാങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അദ്ദേഹം വന്നപ്പോൾ, 15 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഹാദാ ഖൈറുൽ ലക്, ഹാദാ ഇതാണ്, അഥവാ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്, ഖൈറുൽ ലക, നിനക്ക് നല്ലത്. ഖൈറുൻ നല്ലത് എന്ന് പറഞ്ഞാൽ നിനക്ക് ഏറ്റവും ബെറ്റർ ആയത്, ലക നിങ്ങൾക്ക്, മിൻ അൻ തജി അൽ മസ്അലതു, ഈ ചോദിക്കുന്നത് വരും, അഥവാ ഇങ്ങനെ യാചന നടത്തുന്ന, ആ യാചന നടത്തിയ ആ പ്രവർത്തനം വരുന്നതാണ്. നുക്തത്തൻ ഫി വജിഹിക, നിൻ്റെ മുഖത്തൊരു പാടായിട്ട്, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ നിൻ്റെ മുഖത്ത് ഓരോ യാചിച്ച് നടന്നതൊക്കെ നിൻ്റെ മുഖത്ത് ഓരോ പാടുകളുണ്ടാവും. അങ്ങനെ നീ ആഖിറത്തിൽ അങ്ങനെ വരുന്നതിനേക്കാളും നല്ലത് നിനക്ക് ജോലി ചെയ്ത് ജീവിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. ഹദാ ഖൈറുൽ ലക, ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കലാണ് ഖൈറുൽ ലക, നിനക്ക് ഏറ്റവും നല്ലത്. എന്തിനേക്കാളും നല്ലത്? മിൻ അൻ തജി അൽ മസ്അലതു, നിൻ്റെ ഈ യാചനകൾ വരും, ഈ യാചിച്ച് നടന്നതൊക്കെ വരും. നുക്തത്തൻ, ഒരു പാടായിട്ട്. നുക്തത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല എന്ത്, പുള്ളി, പാട്, അതുപോലെ തന്നെ കുത്തുകൾ എന്നൊക്കെ അർത്ഥത്തിൽ നിൽക്കുക. അതാണെന്ത് നുക്തത്ത് എന്ന് പറഞ്ഞാൽ നുക്തത്തുൻ ജമ്മ നിക്കാത്ത് അല്ലെങ്കിൽ നുക്കത്ത് എന്നൊക്കെ പറയാം. അപ്പോൾ നിൻ്റെ മുഖത്ത് നുക്തത്തൻ ഫി വജ്ഹിക, നിൻ്റെ മുഖത്ത് ഓരോ യാചനയുടെയും അടയാളങ്ങളുമായിട്ട് ഖിയാമത്ത് നാളിൽ നീ പ്രത്യക്ഷപ്പെടുന്നതിനേക്കാളും നിനക്ക് നല്ലത് ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കലാണ്. അൻത മിൻ അൻ തജി അൽ മസ്അലതു, യാചനകൾ വരുന്നതിനേക്കാൾ. എങ്ങനെ വരിക? നുക്തത്തൻ, പാടുകളായിട്ട് വരും. ഫി വജിഹിക, നിൻ്റെ മുഖത്ത്, യൗമിൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ. അപ്പോൾ ഖിയാമത്ത് നാളിൽ നിൻ്റെ മുഖത്ത് ഒരുപാട് യാചനയുടെ പാടുകളുമായിട്ട് നീ വരുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. മനസ്സിലായല്ലോ? ഫളീലത്തു ശുഗ്ൽ എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ മഹത്വം എന്നുള്ളതാണ് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവിടുന്ന് കൽപ്പിക്കുക മാത്രമല്ല, അതിനുള്ള മാർഗം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തു. എല്ലാ വിഷയത്തിലും റോൾ മോഡലായതുപോലെ, അഥവാ എന്തിലും ഒരു പരിഹാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ എല്ലാത്തിലും പ്രവാചകൻ പരിഹാരമായതുപോലെ ഇങ്ങനത്തെ സാമ്പത്തികമായ സാമൂഹികമായ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹാരമായിരുന്നു. ഒരു റോൾ മോഡലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു നേതാവിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉത്തരവാദിത്തം പരിപൂർണമായിട്ട് നിർവഹിക്കുകയും ചെയ്തിരുന്നതിനൊക്കെ ഓരോ തെളിവുകളാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്കിതിൽ മനസ്സിലാക്കേണ്ട വിഷയം, ആശയം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇതിലെന്ത് വാക്കുകളും പ്രയോഗങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുക. ഇത് പെട്ടെന്ന് വായിച്ചാൽ പല അർത്ഥങ്ങളും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വായിക്കണം. ളമീറുകളൊക്കെ കൃത്യമായിട്ട് മടക്കി അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇന്ന റജുലൻ മിനൽ അൻസാരി, അൻസാരിൽപ്പെട്ടൊരു മനുഷ്യൻ, അദ്ദേഹം വന്നു, നബിയുടെ അടുക്കൽ വന്നു, യസ്അലുഹു, ആ മനുഷ്യൻ നബിയോട് ചോദിക്കുന്നു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു എന്നാണ് അവിടെ അർത്ഥം. അമാ ഫി ബൈതിക ശൈഉൻ, നിൻ്റെ വീട്ടിൽ ഒന്നുമില്ലേ എന്നർത്ഥം.
അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ ഫഖാൽ അദ്ദേഹം പറഞ്ഞു ബല ഉണ്ട് നബിയേ എന്നർത്ഥം. ഹിൽസുൻ അല്പം കുറച്ച് ശീലകളുണ്ട്, അല്ലെങ്കിൽ ചില വസ്ത്രങ്ങളുണ്ട്, വിരിപ്പുകളുണ്ട്. നെൽബസ് ബാധ ചിലതൊക്കെ ഞങ്ങൾ ധരിക്കുന്നു, അടബ അലഹു ആ ചിലതിനെ ധരിക്കുന്നു, വനസ്ബസ് ചിലതിനെ ഞങ്ങൾ വിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കാബുൻ എന്നാൽ കോപ്പ, തുഷ്റബു ഫീഹി അതിൽ ഞങ്ങൾ കുടിക്കുന്ന മേൽമായി വെള്ളത്താൽ ഞങ്ങൾ കുടിക്കുന്നു പറഞ്ഞാൽ വെള്ളം അതിൽ ഞങ്ങൾ കുടിക്കുന്നു. അപ്പോൾ ഇത്തി നീ എൻ്റെ അടുത്ത് നിർത്തം, ഇത്തി നീ എനിക്ക് കൊണ്ടുപോകാൻ എന്നർത്ഥം. ഓക്കെ, ബിഹിമ അത് രണ്ടും. അങ്ങനെ വമീറുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഫഹദഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിച്ചു, ഹുമ ആ രണ്ട് ഹിൽസും കാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു, ബിയദിഹി നബിയുടെ കയ്യിലെടുത്തു. ഫഖാൽ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ യസ്തരി ഹാദൈനി ഇത് രണ്ടും ആര് വാങ്ങും, മൻ ആരാണ് യസ്തരി വാങ്ങുന്നത്. അങ്ങനെ ആ വമീർ കൃത്യമാക്കണം കേട്ടോ. അപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു അന ഞാൻ എന്ന് പറഞ്ഞു. ആഹുദു ഞാൻ വാങ്ങുന്നു, ആഹുദു അഫ്അലു എന്നാണ്. അപ്പോൾ ഞാൻ വാങ്ങുന്നു ഹുമ ആ രണ്ടിനെയും ബിദ്ർഹമിൻ ഒരു ദിർഹമിന് പകരമായിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മൻ യസീദ് അലാ ദിർഹമിൻ ഒരു ദിർഹമിനേക്കാൾ അധികരിച്ച ആരാണ് വാങ്ങുക, മൻ ആരാണ് യസീദ് അധികരിപ്പിക്കുന്ന അലാ ദിർഹമിൻ ഒരു ദിർഹമിനേക്കാളോ. അങ്ങനെ തുടങ്ങി. അപ്പോൾ മറ്റൊരാൾ ഖാല റജുലുൻ ഒരു മനുഷ്യൻ പറഞ്ഞു, അല്ലെങ്കിൽ റജുലുൻ ഒരാൾ എന്നർത്ഥമുള്ളൂ. ഞാൻ ആഹുദുഹുമ അതിനെ രണ്ടിനെയും വാങ്ങാം ബിദിർഹമിൻ രണ്ട് ദിർഹമിന്. അങ്ങനെ ഫഅതാഹുമ ഇവിടെ നല്ല ശ്രദ്ധിക്കണം, അഅതാഹുമ എന്നുള്ള ഈ ഹുമ എന്താണ്, ഹിൽസും കാബും അതിനെ രണ്ടിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ഇയ്യാഹു ഈ രണ്ട് ദിർഹമിന് വാങ്ങാം എന്ന് പറഞ്ഞ ഇയ്യാഹു ഇദ്ദേഹത്തിനിക്ക്, ഓക്കെ ഈ റജുലിനിക്ക് നൽകി. വ അഖദ ദിർഹമൈനി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു. അദ്ദിർഹമൈനി അദ്ദിർഹമൈനാണ് ഇദ്ദേഹത്തിൽ നിന്നും, അഥവാ ഇത് വാങ്ങിയ ആ മനുഷ്യനിൽ നിന്നും ദിർഹമൈനിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. എന്നിട്ട് ഫഅതാഹുമ ഇവിടെ ഈ ഹുമ എന്താണ്, അദ്ദിർഹമൈനി എന്നുള്ളതാണ്. ഈ രണ്ട് ദിർഹമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി അൽ അൻസാരിയ ആർക്ക്, ഈ ചോദിച്ചു വന്ന അൻസാരിക്ക്. മനസ്സിലായല്ലോ. എന്നിട്ട് ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇസ്തരി നീ വാങ്ങുക എന്ന് ആരോടെ പറയുന്നത്, ഈ അൻസാരിയോടെ പറയുന്നിട്ടോ. നീ പോയി വാങ്ങണം ബി അഹദിഹിമ രണ്ടിൽ ഒരു ദിർഹം കൊണ്ട് ത്വാമൻ ഭക്ഷണം ഫംബിദ്ഹു ആ ഭക്ഷണത്തെ നീ നൽകുക, ഇട്ടുകൊടുക്കുക ഇലാഹലിക്ക നിൻ്റെ വീട്ടിലേക്ക്, നിൻ്റെ വീട്ടുകാരിലേക്ക്. വസ്തരി അൻസാരി നിങ്ങൾ വാങ്ങണം ബിൽ ആഖരി മറ്റൊരു ദിർഹം കൊണ്ട് ഖുദൂമൻ കത്തിയെ വാങ്ങണം. ഫഅതി എന്നിട്ട് നീ എൻ്റെ അടുക്കൽ അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുപോവാ ബിഹി അതുമായിട്ട് അത് കൊണ്ടുപോവാ എന്നർത്ഥം. അങ്ങനെ ഫഅതാഹു അദ്ദേഹം നബിയുടെ അടുക്കൽ വന്നു. അദ്ദേഹം വന്നു ആരെന്ന് പറഞ്ഞാൽ ഈ അൻസാരി മയു വാങ്ങിയിട്ട് നബിയുടെ അടുക്കൽ വന്നു. ബിഹി ആ മയുവുമായിട്ട് എന്നർത്ഥം. ശദ്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടി, ഫീഹി അതിൽ ആ മയുവിൽ കെട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊദൻ എന്തിനെ കെട്ടി, ഒരു വടിയെ കെട്ടി. ബിയദിഹി നബിയുടെ കൈകൾ കൊണ്ട്. ഓക്കെ. തുമ്മ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു അദ്ദേഹത്തോട് പറഞ്ഞു ഇദ്ഹബ് നീ പോവുക അൻസാരി, ഫഹ്തദിബ് നീ വിറകുകൾ ശേഖരിക്കുക, വബിഅ എന്നിട്ട് നീ വിൽപ്പന നടത്തുക, വല അറയന്നക ഞാൻ നിങ്ങളെ കാണരുത്, കാണുക പോലും ചെയ്യാതെ നിങ്ങളെ കാണുക തന്നെ ചെയ്യരുത്. ഹംസത്താശറയാവൻ 15 ദിവസം. അങ്ങനെ ആ മനുഷ്യൻ ദഹബർ റജുലു യഹ്തതിബുട്ടോ യഹല യഹ്തതിബു വിറക് ശേഖരിക്കുന്നു, യബിയു എന്നിട്ട് അത് വിൽപ്പന നടത്തുന്നു. അങ്ങനെ വഖദ് ജാ അദ്ദേഹം വന്നു, വഖദ് അസാബ അശ്റത ദറാഹിം അദ്ദേഹം 15 ദിർഹമുകൾ ശേഖരിച്ചിട്ടുണ്ട്. അല്ല 10 അഷറത്തല്ലോ. അപ്പോൾ 10 അസാബ അഷറത്തുണ്ടോ, 10 മുമ്പ് മാറ്റി പറഞ്ഞ സംശയമുണ്ട്. അതൊരു അഷറത്ത 10 ദിർഹമുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഫസ്തറ ബിബാലിഹ അതിലെ ചില ദിർഹമുകൾ കൊണ്ട് അദ്ദേഹം വാങ്ങി, ഈ അൻസാരി വാങ്ങി, സൗബൻ വസ്ത്രം വാങ്ങി, വബാലിഹ ചില ദിർഹമുകൾ കൊണ്ട് ത്വാമൻ ഭക്ഷണവും വാങ്ങി. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹാദാ ഇതാണ്, അഥവാ നിങ്ങളെ ജോലി ചെയ്ത് ജീവിക്കലാണ്, ഖൈറുൽ ലക നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, മിൻ അൻ തജിഅൽ മസ്അലത്തു യാചനകൾ വരുന്നതിനേക്കാളും. യാചനകൾ വരിക എന്ന് പറഞ്ഞാൽ യാചനകൾ എങ്ങനെ വരിക, നുക്തതൻ ഒരു പാടായിട്ട് കുത്തുകളും പുള്ളികളുമായിട്ട് വരലിനേക്കാളും, ഫി വജിഹിക നിങ്ങളുടെ മുഖത്ത്, യൗമുൽ ഖിയാമ ഖിയാമത്ത് നാളിൽ ഈ യാചിച്ചതൊക്കെ മുഖത്ത് ഓരോ പാടുകളായിട്ട് നിങ്ങൾ വരുന്നതിനേക്കാളും നല്ലത് അധ്വാനിച്ച് ജീവിക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയൊരു പാഠമാണ് അദ്ദേഹത്തിനിക്ക് നൽകുന്നത്. ഇതിലെ പദങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. ഖുദൂം അതുപോലെ തന്നെ ഹിൽസ് പറഞ്ഞാൽ വിരിപ്പ് അല്ലെങ്കിൽ വസ്ത്രം, ശീല എന്നൊക്കെ കേട്ടോ. കഅബ പറഞ്ഞാൽ കോപ്പ, പിന്നെ ഇസ്തറ വാങ്ങുക, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പദങ്ങൾ തന്നെയാണ്. ഇങ്ങനെ വന്നിട്ട് നബദ ഇല എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊടുക്കുക, ഇട്ട് കൊടുക്കുക, നൽകുക എന്നൊക്കെ അർത്ഥം കേട്ടോ. ഖുദൂം പറഞ്ഞാൽ മയു കോടാലി എന്നൊക്കെ അർത്ഥം. ഊദ് പറഞ്ഞാൽ കൊള്ളി,
ഇഹ്തതബ ട്ടോ. ഇഹ്തതബ ഹതബ് ഹതിബ യഹ്തബ ഹതിബു എന്നാണ്. ളറബ യദ്രിബു. അതുപോലെ ഹതബ യഹ്തിബു. ഹതബ യഹ്തിബു എന്ന് പറഞ്ഞാൽ വിറക് ശേഖരിക്കുക, ഇഹ്തതബ വിറക് ശേഖരിക്കുക എന്നൊക്കെ അർത്ഥം. സോബൻ അങ്ങനെ വന്നിട്ട് നുക്തത്തിന് എന്ന് പറഞ്ഞാൽ പാടുകൾ, പുള്ളികൾ. നുക്കാത്ത് അല്ലെങ്കിൽ നിക്കാത്ത് അല്ലെങ്കിൽ നുക്കത്ത് എന്നൊക്കെ ജമ്മ. ഖുദൂമിന് ജമ്മ ഖുദും എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നോക്കുക. അസ്സലാമു അലൈക്കും.